ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായി സഹ്യപർവതവും പടിഞ്ഞാറ് ഭാഗത്തായി അറബിക്കടലും സ്ഥിതി ചെയ്യുന്നു. തമിഴ്നാടും കർണാടകവും ആണ് അയൽ സംസ്ഥാനങ്ങൾ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നും അറിയപ്പെടുന്നു. കല, സാംസ്കാരിക പാരമ്പര്യം കൊണ്ടും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടും സാമൂഹിക പുരോഗതിയുടെ കാര്യത്തിലും വേറിട്ട് നിൽക്കുന്ന സംസ്ഥാനം. 3.5 കോടിയിലധികം ജനങ്ങൾ വസിക്കുന്ന സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രം തിരുവനന്തപുരമാണ്. ഭരണസൗകര്യാർത്ഥം സംസ്ഥാനത്തെ 14 ജില്ലകളായി വിഭജിച്ചിരിക്കുന്നു. വടക്ക് നിന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നിവയാണ് സംസ്ഥാനങ്ങൾ. കേരള സംസ്ഥാനം നിലവിൽ വന്ന തീയതി നവംബർ 1, 1956. ആകെ ഇന്ത്യയുടെ 1.18 വിസ്തീർണം ആണ് കേരളത്തിനുള്ളത്. ജനസാന്ദ്രത 860 പ്രതി ചതുരശ്ര കിലോമീറ്റർ. സാക്ഷരത 94%. സ്ത്രീകൾ 92.07%, പുരുഷന്മാർ 96.11%. ശരാശരി ആയുർദൈർഘ്യം 73 വയസ്സ്. പ്രതിശീർഷ വരുമാനം 1,74,214. തീരദേശത്തിന്റെ നീളം 590 കിലോമീറ്റർ. ആകെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ആകെ ജനസംഖ്യ 3,34,06,061. സ്ത്രീകൾ 52%, 1,73,78,649. പുരുഷന്മാർ 48%, 1,60,27,412. സ്ത്രീ പുരുഷ അനുപാതം 1084 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ. ജില്ലകളുടെ എണ്ണം 14, നിയമസഭാ മണ്ഡലങ്ങൾ 140, ലോകസഭാ മണ്ഡലങ്ങൾ 20, രാജ്യസഭാ സീറ്റുകൾ 9. ദേശീയപാതകൾ 11, ആകെ 1781.56 കിലോമീറ്റർ. പൊതുമരാമത്ത് റോഡ് 29,573.16 കിലോമീറ്റർ. രാജ്യാന്തര വിമാനത്താവളങ്ങൾ 4: തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്. റവന്യൂ ഡിവിഷൻ 27. താലൂക്കുകൾ 77. റവന്യൂ വില്ലേജ് 1664. ജില്ലാ പഞ്ചായത്തുകൾ 14. ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. ഗ്രാമപഞ്ചായത്തുകൾ 941. വാർഡുകൾ 21,908. നഗരസഭകൾ 87. മുനിസിപ്പൽ കോർപ്പറേഷൻ 6. കന്റോൺമെന്റ് 1. സംസ്ഥാന വൃക്ഷം തെങ്ങാണ്. ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫെറ. 30 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു. 90 വർഷമാണ് പരമാവധി ആയുസ്. സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. 10 മുതൽ 20 മീറ്റർ ഉയരത്തിൽ വളരുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആണ് പൂക്കുന്നത്. സ്വർണ്ണ മഞ്ഞ നിറത്തിലുള്ള കണിക്കൊന്ന സംസ്കൃതത്തിൽ രാജവൃക്ഷം, ചതുരംഗുല, ദീർഘഫല, കൃതമാല, നിബേദ്ര എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ ഇതിനെ ഗോൾഡൻ ഷവർ ട്രീ എന്ന് വിളിക്കുന്നു. സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ. 2019 മാർച്ച് 29 കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭമായി പ്രഖ്യാപിക്കപ്പെട്ടു. മലബാർ ബാൻഡഡ് പീകോക്ക് എന്നാണ് ഇംഗ്ലീഷ് നാമം. സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ശാസ്ത്രീയ നാമം ബ്യൂസറസ് ബിക്കോർണീസ്. ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്നാണ് ഇംഗ്ലീഷ് നാമം. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ ആണ് ഇവയുടെ ആവാസ കേന്ദ്രം. 14 മീറ്റർ വരെ നീളം. ഇവയുടെ കൊക്കിന് മഞ്ഞു നിറമാണ്. പെൺപക്ഷികളുടെ കണ്ണുകൾക്ക് നീല നിറവും ആൺപക്ഷികളുടെ കണ്ണുകൾക്ക് ചുവന്ന നിറവുമാണ്. മുട്ടകൾ 38 മുതൽ 40 ദിവസങ്ങൾ കഴിയുമ്പോൾ വിരിയും. സംസ്ഥാന ഫലം ചക്ക.
ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് ഫെട്രോഫിലിസ്. 2018 മാർച്ച് 21 കേരളത്തിന്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടു. സംസ്ഥാന മൃഗം ആന. ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമായ ആന ഏഷ്യൻ ആനയുടെ ഇനത്തിൽപ്പെട്ടതാണ്. ആനകളെക്കുറിച്ചുള്ള പ്രാചീന ഗ്രന്ഥം ആണ് ഹസ്ത്യായുർവേദം. ഗ്രന്ഥകർത്താവ് പാലക്യമുനി ആയതിനാൽ ഇതിനെ പാലകാവ്യം എന്നും വിളിക്കുന്നു. സംസ്ഥാന മത്സ്യം കരിമീൻ. ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറാട്ടൻസിസ്. സംസ്ഥാന ചിഹ്നം. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി കേരള സർക്കാർ ഉപയോഗിക്കുന്നത് ആണ് സംസ്ഥാന ചിഹ്നം. ഇന്ന് ഉപയോഗിക്കുന്ന ചിഹ്നം 1960 സ്വീകരിക്കപ്പെട്ടത്. പട്ടം താണുപിള്ള സർക്കാർ ആണ് ഇതിന് മുൻകൈ എടുത്തത്. കേരളത്തിന്റെ തെക്കേയറ്റം വടക്കേയറ്റം വസ്തുതകൾ. ജില്ല തെക്കേയറ്റം തിരുവനന്തപുരം, വടക്കേയറ്റം കാസർഗോഡ്. താലൂക്ക് തെക്കേയറ്റം നെയ്യാറ്റിൻകര, വടക്കേയറ്റം മഞ്ചേശ്വരം. ഗ്രാമപഞ്ചായത്ത് തെക്കേയറ്റം പാറശാല, വടക്കേയറ്റം മഞ്ചേശ്വരം. ബ്ലോക്ക് പഞ്ചായത്ത് തെക്കേയറ്റം പാറശാല, വടക്കേയറ്റം മഞ്ചേശ്വരം. മുനിസിപ്പാലിറ്റി തെക്കേയറ്റം നെയ്യാറ്റിൻകര, വടക്കേയറ്റം കാസർഗോഡ്. ലോകസഭാ മണ്ഡലം തെക്കേയറ്റം തിരുവനന്തപുരം, വടക്കേയറ്റം കാസർഗോഡ്. നിയമസഭാ മണ്ഡലം തെക്കേയറ്റം പാറശാല, വടക്കേയറ്റം മഞ്ചേശ്വരം. നദി തെക്കേയറ്റം നെയ്യാർ, വടക്കേയറ്റം മഞ്ചേശ്വരം പുഴ. കായൽ തെക്കേയറ്റം വെള്ളയാണി, വടക്കേയറ്റം ഉപ്പള. വന്യജീവി സങ്കേതം തെക്കേയറ്റം നെയ്യാർ വന്യജീവി സങ്കേതം, വടക്കേയറ്റം ആറളം വന്യജീവി സങ്കേതം. റെയിൽവേ സ്റ്റേഷൻ തെക്കേയറ്റം പാറശാല, വടക്കേയറ്റം മഞ്ചേശ്വരം. സാംസ്കാരിക ഗാനം. 1938 ബോധേശ്വരൻ രചിച്ച ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗാനം. 2014 സാംസ്കാരിക ഗാനമായി അംഗീകരിക്കപ്പെട്ടു. ജയ ജയ കോമള കേരളധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹരണി, ജയ ജയ ധർമ്മ സമന്വയ രമണി, ജയ 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 ജനനി ജനനി മാമക കേരള ധരണി. നിയമസഭാ ദിനം. 2016 മുതൽ എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനം ആയി ആചരിക്കുന്നു. 2015 ആണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കുന്നത്. ഒന്നാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 ശ്രേഷ്ഠ ഭാഷാ ദിനം. കേരളപ്പിറവി ദിനമായ നവംബർ 1. 2012 മെയ് 23 മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിജ്ഞാപനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. കർഷക ദിനം. കൊല്ലവർഷത്തെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിവസമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്. ഭാഷാ പ്രതിജ്ഞ. 2018 ഫെബ്രുവരി 21 കേരളത്തിന്റെ ഭാഷാ പ്രതിജ്ഞ നിലവിൽ വന്നു. സാഹിത്യകാരനായ MT വാസുദേവൻ നായർ രചിച്ച വരികൾ ആണ് ഭാഷാ പ്രതിജ്ഞ ആയി തിരഞ്ഞെടുത്തത്. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിൽ എത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. Please subscribe.